ഹായ്, എല്ലാവരും സേഫാന്ന് വിചാരിക്കണു. നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, തൃശ്ശൂർ കുന്നംകുളത്ത്. ഇന്നലെ രാത്രി വരെ നല്ല മഴയുണ്ടായിരുന്നു, കണ്ടിന്യൂസ് മഴയുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം പൊങ്ങിയിട്ടില്ലെങ്കിലും ഇവിടെ അടുത്ത് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. റോട്ടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷെ പെട്ടെന്ന് തന്നെ മഴ നിന്നപ്പോൾ തന്നെ കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങി. പിന്നെ ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ല. ഇന്ന് പിന്നെ കുറച്ച് വെയിലൊക്കെ കിട്ടി. എല്ലാവരും സേഫാന്ന് വിചാരിക്കണു. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടോ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് യാത്ര ചെയ്യുക. ആവശ്യമുള്ള യാത്രകൾ മാത്രം ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും മഴ എങ്ങനെയുണ്ട് എന്ന് പറയാം. ആരുടെയെങ്കിലും വീടിൻ്റെ അവിടെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ആ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻസൊക്കെ പകരാൻ ചാൻസ് ഉണ്ട് ഈ വെള്ളത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ എലിപ്പനി കിട്ടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പനി അതുപോലെ തന്നെ മേലുവേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ നോക്കുക, അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള നമുക്ക് പ്രതിരോധ മരുന്നൊക്കെ ഉണ്ട്. സോ ഈ സമയത്ത് ഈ വെള്ളത്തിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. ആ കാര്യം നോക്കുക. അതുപോലെ തന്നെ കൊതുകിൻ്റെ കാര്യം നോക്കുക. മൊസ്കിറ്റോ നെറ്റൊക്കെ എടുക്കുമ്പോൾ മൊസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ മൊസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക. കാരണം കൊതുകൊക്കെ ആക്ച്വലി കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻഫെക്ഷനുകളും വരാൻ ചാൻസ് ഉണ്ട്. പനീനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചൂടാക്കിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടറൊക്കെ കുടിക്കാൻ നോക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ വെള്ളം കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ടേക്ക് കെയർ.